ഞാൻ മധു ഭാസ്കരൻ. ഇന്ന് റിസ്ക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു പയ്യൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ആലോചിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താണ് ഇത്രയും ആലോചിക്കുന്നത്? ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഓ, നല്ല കാര്യം. എന്താണ് നീ സ്വപ്നം കാണുന്നത്? എനിക്കൊരു സർക്കാർ ജോലി വേണം, അതാണ് സ്വപ്നം കാണുന്നത്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സർക്കാർ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? അയാൾ എന്തുത്തരം പറയാൻ പോകുന്നു എന്ന് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിനെ സേവിക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് സർക്കാർ ജോലി, അതുകൊണ്ടാണ് ഞാൻ അതിന് പോകാൻ ശ്രമിക്കുന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ കൗതുകമായിരുന്നു. സർക്കാർ ജോലിക്ക് പോകാൻ കാരണം ഒന്ന്, അത് സേഫാണ്, സുരക്ഷിതത്വമായി പെർമനൻ്റ് ജോലിയാണ്, അങ്ങനെ പെട്ടെന്ന് പിരിച്ചൊന്നും വിടില്ല. അതുകൊണ്ട് ആ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്, സേഫായിട്ടിരിക്കാൻ നല്ലത് സർക്കാർ ജോലിയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്ക് ആ ഒരു വാദത്തിനോട് ഒട്ടും യോജിപ്പില്ല എന്നതാണ്. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം അതാണ്. എവിടെ സുരക്ഷിതത്വമുണ്ടോ, എവിടെ പെർമനൻസി ഉണ്ടോ, അവിടെ സ്വാഭാവികമായി വളർച്ച കുറഞ്ഞു പോകും എന്നതാണ് സത്യം. നമുക്ക് രസകരമായൊരു ഉദാഹരണങ്ങൾ നോക്കാം. കപ്പൽ ഏറ്റവും സേഫായിരിക്കുന്നത് ഹാർബറിലാണോ കടലിലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഹാർബറിലാണത് സുരക്ഷിതമായിരിക്കുന്നത്. കാരണം ഇന്ന് വരെ ഒരു കപ്പലും ഹാർബറിൽ മുങ്ങിയതായി നമ്മൾ കേട്ടിട്ടോ വായിച്ചിട്ടോ ഇല്ല. അപ്പോൾ കപ്പലുകൾ ഏറ്റവും സേഫായിരിക്കുന്നത് ഹാർബറിലാണ്. എങ്കിലും കപ്പൽ നമ്മൾ ഉണ്ടാക്കിയത് ഹാർബറിൽ ഇടാൻ അല്ലല്ലോ, കപ്പൽ കടലിൽ ഓടിക്കാനുള്ളതാണല്ലോ. അതുപോലെ തന്നെ കാർ ഏറ്റവും സേഫായിരിക്കുന്നത് കാർ പോർച്ചിലാണ്. പക്ഷേ കാർ ഉണ്ടാക്കപ്പെട്ടത് കാർ പോർച്ചിലിടാനല്ല, റോട്ടിൽ ഓടിക്കാനാണ്. ഇതുപോലെയാണ് മനുഷ്യജീവിതം റിസ്ക് എടുക്കാത്ത കാലത്തോളം മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ റിസ്ക് എടുക്കാത്ത ഈ സ്വഭാവം? ഒരു ബിസിനസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ആളുകളെല്ലാം പറയുന്ന കാര്യം എന്താ? എന്തെങ്കിലും ഒരു ജോലി നേടണം. എന്തിനാണ് ഈ ജോലിയോടുള്ള ഈ താല്പര്യം കൂടാൻ കാരണം? ബിസിനസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ, അയ്യോ, ബിസിനസ്സൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ? കാരണം ഈ റിസ്കിനോടുള്ള പേടിയാണ് പലപ്പോഴും ഈ ബിസിനസ്സുകൾ ചെയ്യാൻ നമ്മുടെ ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കാത്തതിന് കാരണം. എന്താണ് ഈ റിസ്ക് എടുക്കാനുള്ള പേടി മനുഷ്യന് വരാൻ കാരണം എന്ന് ചിന്തിച്ചാൽ, നമ്മൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞു വളർത്തിയത് അങ്ങനെയാണ്. ചെറിയ കൊച്ചായിരിക്കുമ്പോൾ നമ്മളോട് എന്താ പറയുക? ഓടല്ലേ വീഴും എന്നാണ് പറയുക. ഏറ്റവും രസകരമായ കാര്യം, ഓടുമ്പോൾ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന് ഓടാനുള്ള സാധ്യത, രണ്ട് വീഴാനുള്ള സാധ്യത. പക്ഷേ നമ്മളോട് വീഴാനുള്ള സാധ്യത മാത്രമേ പറയാറുള്ളൂ, ഓടാനുള്ള സാധ്യത പറയാറില്ല. മേശപ്പുറത്ത് കൊച്ചു കയറുമ്പോൾ പറയണത് എന്താ? മേശപ്പുറത്ത് കയറലേ വീഴും എന്നാണ്. മേശപ്പുറത്ത് കയറുമ്പോൾ രണ്ട് സാധ്യതയുണ്ട്, ഒന്ന് കയറാനുള്ള സാധ്യത, ഒന്ന് വീഴാനുള്ള സാധ്യത. ഈ വീഴാനുള്ള സാധ്യത മാത്രം, അബദ്ധം പറ്റാനുള്ള സാധ്യത മാത്രം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പ്രവൃത്തികളിലെ നെഗറ്റീവായ വശങ്ങൾ കാണിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും അതിൻ്റെ നെഗറ്റീവായ വശം മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓടുക എന്നത് റിസ്ക്കാണ്. ചിലപ്പോൾ ഓടാനുള്ള സാധ്യതയുണ്ട്, വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതകളെ എടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ ഓടാത്തത്, പ്രവർത്തിക്കാത്തത്. എന്തുകൊണ്ടാണ്? ആളുകൾ നമ്മുടെ കുട്ടികളോട് പരീക്ഷ എഴുതല്ലെന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതിയാൽ തോക്കും, അതുകൊണ്ടാണ് പരീക്ഷ എഴുതാത്തത്. എന്തും മണ്ടത്തരമാണ് പറയുന്നത്. പരീക്ഷ ഒരിക്കലും തോക്കാതിരിക്കണമെങ്കിൽ പരീക്ഷ ഒരിക്കലും എഴുതാതിരിക്കണം. അപ്പോൾ എഴുതുക എന്ന റിസ്ക്കാണ്. അത് എടുക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുക. അപ്പോൾ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ, ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം എന്നത് തന്നെയാണ് സത്യം. കൊമേഴ്സ് പഠിച്ചവർക്കറിയാം, കൊമേഴ്സിൽ പ്രോഫിറ്റ്, ലാഭം എന്താണ് എന്ന ചോദ്യത്തിന് ഒരു മനോഹരമായ ഉത്തരമുണ്ട്. ആ ഉത്തരം ഇങ്ങനെയാണ്: റെന്യൂമറേഷൻ ഫോർ ദ റിസ്ക് ഇസ് കാൾഡ് പ്രോഫിറ്റ് എന്നാണ് കൊമേഴ്സിൽ പറയുക. അതായത് നിങ്ങൾ എടുക്കുന്ന റിസ്കിന് നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയാണ് നിങ്ങളുടെ ലാഭം. അതിൻ്റെ അർത്ഥം, നിങ്ങൾ റിസ്ക് എടുത്താൽ മാത്രമേ ജീവിതം ലാഭകരമാകുള്ളൂ എന്നാണ് കൊമേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതം ലാഭകരമാകണമെങ്കിൽ, ജീവിതം വളർച്ചയുള്ളതാകണമെങ്കിൽ ജീവിതത്തിൽ റിസ്ക് എടുക്കണം എന്ന് തന്നെയാണ്. അത്തരം റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടാകണം. നമ്മുടെ തലമുറയ്ക്ക് അത്തരം റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി വരുമ്പോൾ മനുഷ്യ ജീവിതം വളർച്ചയുള്ളതായി മാറും എന്ന തിരിച്ചറിവാണ് ആളുകൾക്ക് വേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്.